ഗുഡ് മോർണിംഗ്, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 12 ബുധനാഴ്ചയാണ്. ഇന്നലെ ഒരു ഷാർപ്പ് ഫോളാണ് ഇന്ത്യൻ മാർക്കറ്റിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇന്ന് നടക്കാനിരിക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് ഇവന്റുകൾ ഈ ഒരു തകർച്ചയിൽ നിന്ന് ഇന്ത്യൻ മാർക്കറ്റിനെ കരകയറ്റുമോ എന്ന് തന്നെയാണ് നമുക്ക് ആദ്യം കാണേണ്ട ഒരു കാര്യം. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ 2 ദിവസത്തെ US സന്ദർശനം ഇന്ന് ആരംഭിക്കും. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ഇന്ത്യൻ പ്രധാനമന്ത്രി ചർച്ച നടത്തും. ചില ഇറക്കുമതി നികുതികളിൽ ഒരു കുറവുണ്ടാവാൻ സാധ്യതയുണ്ട്. അതുവഴി ഇന്ത്യയിലേക്കുള്ള US കയറ്റുമതി വർദ്ധിക്കുകയും വ്യാപാര സംഘർഷം തടയുന്നതിനും കഴിയുമെന്നാണ് അധികൃതർ പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ഡാറ്റ ഇന്ന് പുറത്തു വരാനുള്ളത് ഇന്ത്യയിൽ നിന്നും കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഡാറ്റയാണ്. ഇനി നമുക്ക് ഇന്ന് പുലർച്ചെ ക്ലോസ് ചെയ്ത US മാർക്കറ്റുകളിലേക്ക് വരാം. വാൾസ്ട്രീറ്റിലെ പ്രധാനപ്പെട്ട ഇൻഡെക്സുകൾ മിക്സഡ് ആയിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇന്നലെ ഫെഡറൽ റിസർവ് ചെയർ ജെറോം പവലിന്റെ സ്പീച്ച് ഉണ്ടായിരുന്നു. സമ്പദ് വ്യവസ്ഥയുടെ മൊത്തത്തിലുള്ള ശക്തി, കുറഞ്ഞ തൊഴിലില്ലായ്മ, പണപ്പെരുപ്പം എന്നിവ 2% ലക്ഷ്യത്തിന് മുകളിലായി ഉള്ളതിനാൽ US സെൻട്രൽ ബാങ്ക് പലിശ നിരക്ക് കുറയ്ക്കാൻ തിടുക്കം കാണിക്കില്ലെന്നാണ് ഫെഡറൽ ചെയർ ജെറോം പവൽ പറഞ്ഞത്. ഇൻവെസ്റ്റേഴ്സ് ഇപ്പോൾ പ്രധാനമായി നോക്കുന്നത് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താരിഫിനെ കുറിച്ചുള്ള പുതിയ പ്രസ്താവനകൾ തന്നെയാണ്. ഇനി US ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നതിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കിയാൽ, US ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ, സ്റ്റോക്കുകളുടെ മൂല്യനിർണ്ണയം ഉയർന്നതാണ്. പണപ്പെരുപ്പം ഒരു ആശങ്കയായി തുടരുന്നു എന്നത് ഇന്നലത്തെ ഫെഡറൽ റിസർവ് ചെയർ ജെറോം പവലിന്റെ സ്പീച്ചിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. പുതിയ സർക്കാരിന്റെ നയങ്ങൾ വ്യക്തമല്ല എന്നത് മറ്റൊരു പ്രശ്നമായിട്ട് നിലനിൽക്കുന്നു. പുതിയ താരിഫ് നയങ്ങളും അങ്ങനെ ഒരു വിവാദമായി അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. ഇതെല്ലാം ആഗോള വിപണിയിൽ ഒരു പിരിമുറുക്കം സൃഷ്ടിക്കുകയും US മാർക്കറ്റിന് കൃത്യമായിട്ടുള്ള ഒരു ഡയറക്ഷൻ കാണിച്ചു തരാൻ സാധിക്കാത്ത ഒരു അവസ്ഥ ഉണ്ടാകുകയും ചെയ്യുന്നു. സത്യത്തിൽ ഇത് ഉയർന്ന അനിശ്ചിതത്വം തന്നെയാണ് സൃഷ്ടിക്കുന്നത്. ഇനി ഇന്നലെ S&P 500 നേട്ടമുണ്ടാക്കിയ സെക്ടർ കൺസ്യൂമർ സ്റ്റാപ്പിൾസ് ആയിരുന്നു. US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം നോക്കിയാൽ ഇന്നലെ ഇൻഫോസിസ് നേട്ടത്തിൽ ക്ലോസ് ചെയ്തപ്പോൾ വിപ്രോ നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്യുന്നത്. ICICI ബാങ്കാണ് കൂടുതൽ നേട്ടമുണ്ടാക്കിയത്, 2% ഉയർന്നു. HDFC ബാങ്ക് ഏറെക്കുറെ ഒരു മ്യൂട്ടഡ് അവസ്ഥയിലാണ് ക്ലോസ് ചെയ്യുന്നത്. യൂറോപ്യൻ വിപണി ഇന്നലെ പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അവിടെ കൂടുതൽ നേട്ടമുണ്ടാക്കിയത് ബാങ്കിങ് ഇൻഡെക്സ് ആയിരുന്നു, 1.29% ഉയർന്നു. ഗോൾഡ് പ്രൈസുകൾ തന്നെയാണ് ഇപ്പോൾ ഫോക്കസിലുള്ളത്. $2,900 മുകളിലായിട്ടാണ് സ്പോട്ട് ഗോൾഡ് ഉള്ളത്. കൂടാതെ ഇന്നലത്തെ കേരളത്തിലെ ഗോൾഡ് പ്രൈസ് എന്നത് പവന് 64,080 രൂപയായിരുന്നു. ഒത്തിരിയേറെ പ്രധാനപ്പെട്ട വാർത്തകളുള്ള ദിവസമാണ്. വീഡിയോ അവസാനം വരെയും കാണാൻ ശ്രമിക്കുക. ഇനി ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ 50% ഡിസ്കൗണ്ട് നമ്മളിപ്പോൾ നൽകുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് 200 ലൈക്കുകൾ തന്നെയാണ്. എല്ലാ സുഹൃത്തുക്കളും ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളിലേക്കാണ്. ഇന്നലെ ഇന്ത്യൻ വിപണിയിൽ കനത്ത സെൽ ഓഫ് തന്നെയാണ് ഉണ്ടായത്. ഇതിന്റെ കാരണം നോക്കുകയാണെങ്കിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്റ്റീൽ, അലുമിനിയം ഉൽപ്പന്നങ്ങൾക്ക് ഏർപ്പെടുത്തിയ താരിഫ് തന്നെയാണ്. ട്രംപിന്റെ താരിഫ് ഭീഷണി ഇന്ത്യയെയും ഏഷ്യയെയും അപകടത്തിലാക്കുന്നു. ഡൊണാൾഡ് ട്രംപ് വ്യാപാര പങ്കാളികൾക്ക് പരസ്പര താരിഫുകൾ ചുമത്താൻ പദ്ധതിയിടുന്നു. ഇന്ത്യയും തായ്ലാന്റും അപകടത്തിലാണ് എന്ന് തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഈ രാജ്യങ്ങൾക്ക് US കയറ്റുമതിയിൽ ഉയർന്ന താരിഫ് നിരക്കുകളുണ്ട്. ഇതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ സമ്മർദ്ദത്തിലാകുന്നത്. മറ്റൊരു കാര്യമുള്ളത്, അദ്ദേഹത്തിന്റെ നയങ്ങളിൽ ഒരു വ്യക്തത ഇനിയും വന്നിട്ടില്ല. ഏതൊക്കെ രാജ്യങ്ങളെയാണ് ടാർഗറ്റ് ചെയ്യുന്നതെന്നോ താരിഫുകൾ എങ്ങനെയാണ് പ്രയോഗിക്കുക എന്നോ ട്രംപ് വ്യക്തമാക്കിയിട്ടില്ല. ഏതായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 2 ദിവസത്തെ US സന്ദർശനം ഇന്നാണ് ആരംഭിക്കുന്നത്. ഏതായാലും താരിഫുകൾ തന്നെയായിരിക്കും പ്രധാനമായും ചർച്ചയാവുക എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റൊരു മുഖ്യമായ വാർത്തയുള്ളത്, ഇന്ത്യയുടെ റിഫൈനിങ് കപ്പാസിറ്റി 20% വർദ്ധിപ്പിക്കാൻ ഇന്ത്യ ലക്ഷ്യമിടുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചു. 4ാമത്തെ വലിയ റിഫൈനിങ് ഹബ്ബാണ് ഇന്ത്യ. 2030 ഊർജ്ജ മിശ്രിതത്തിലെ പ്രകൃതിവാതക വിഹിതം 6% നിന്ന് 15% വർദ്ധിപ്പിക്കുക എന്നതാണ് ഉദ്ദേശം. എണ്ണവാതക ഇറക്കുമതിയെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതായും അദ്ദേഹം അറിയിക്കുകയുണ്ടായി. ഏതായാലും ഈ ഒരു വാർത്ത കൂടുതൽ ഗുണം ലഭിക്കാൻ സാധ്യതയുള്ളത് ഓയിൽ ആൻഡ് ഗ്യാസ് സ്റ്റോക്കുകൾക്ക് തന്നെയാണ്. പ്രത്യേകിച്ച് റിലയൻസ് ഇൻഡസ്ട്രീസ്, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, BPCL, HPCL, ONGC, ഗെയിൽ തുടങ്ങിയ കമ്പനികൾക്കും, ഗുജറാത്ത് ഗ്യാസ്, ഇന്ദ്രപ്രസ്ഥ ഗ്യാസ്, മഹാനഗർ ഗ്യാസ്, കൂടാതെ റിന്യൂവബിൾ എനർജി ഹൈഡ്രജൻ ഇൻവെസ്റ്റ്മെന്റ് ഉള്ള കമ്പനികളായ NTPC, അദാനി ഗ്രീൻ, ടാറ്റ പവർ, JSW എനർജി തുടങ്ങിയ കമ്പനികൾക്കും പോസിറ്റീവ് ആവാൻ സാധ്യതയുള്ള ഒരു വാർത്തയാണ്. ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് ഫോക്കസിൽ വരാൻ സാധ്യതയുള്ള കുറച്ച് കമ്പനികളുടെ പേര് മാത്രമാണ് പറഞ്ഞത്. ഒരിക്കലും ഇത് റെക്കമെൻഡേഷൻ അല്ല, നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്തിട്ടുള്ളതും.
ഇനി ഇന്നലെ പുറത്തു വന്ന പ്രധാനപ്പെട്ട കമ്പനികളുടെ റിസൾട്ടുകളിലേക്കാണ്. ആദ്യം IRCTC. നെറ്റ് പ്രോഫിറ്റിൽ ഇയർ ഓൺ ഇയറിൽ 14% വർധനമാണ് കമ്പനി രേഖപ്പെടുത്തിയത്. 341 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 10% വർധനവ് ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തി 1224.66 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. മറ്റൊരു റിസൾട്ട് വന്ന കമ്പനി വോഡാഫോൺ ഐഡിയയാണ്. നെറ്റ് ലോസ് ആയി കമ്പനി രേഖപ്പെടുത്തിയത് 6609 കോടി രൂപയാണ്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 6986 കോടി രൂപയായിരുന്നു കമ്പനിയുടെ നഷ്ടമായി രേഖപ്പെടുത്തിയത്. അതായത് നെറ്റ് ലോസിൽ ഒരു കുറവ് വന്നിരിക്കുന്നു എന്നത് ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമായിട്ട് എടുക്കാം. റവന്യൂ ഫ്രം ഓപ്പറേഷൻസിൽ ഇയർ ഓൺ ഇയറിൽ 4% വർധനവ് രേഖപ്പെടുത്തി 11,117 കോടി രൂപയിലാണ് ഇപ്പോൾ റവന്യൂ ഉള്ളത്. അടുത്തത് മാർക്സൺസ് ഫാർമ എന്ന കമ്പനി. നെറ്റ് പ്രോഫിറ്റിൽ ഇയർ ഓൺ ഇയറിൽ 26% വർധനവും ക്വാർട്ടർ ടു ക്വാർട്ടറിൽ 8% വർധനവുമാണ് നെറ്റ് പ്രോഫിറ്റിൽ രേഖപ്പെടുത്തിയത്. റവന്യൂവിൽ ഇയർ ഓൺ ഇയറിൽ 16% വർധനവും ക്വാർട്ടർ ടു ക്വാർട്ടർ കമ്പയർ ചെയ്യുമ്പോൾ 6% വർധനവും കമ്പനി രേഖപ്പെടുത്തി. എബിറ്റയിൽ 4% വർധനമാണ് ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തിയത്. മറ്റൊരു റിസൾട്ട് വന്ന കമ്പനി ഗോപാൽ സ്നാക്സ് ആണ്. നെറ്റ് പ്രോഫിറ്റിൽ 70% ഇടിവാണ് ഇയർ ഓൺ ഇയറിൽ നെറ്റ് പ്രോഫിറ്റിൽ രേഖപ്പെടുത്തിയത്. 5.3 കോടി രൂപയിലാണ് ഇപ്പോൾ പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂ ഫ്രം ഓപ്പറേഷൻസിൽ 7% വർധനവ് രേഖപ്പെടുത്തി 393.57 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. അടുത്തത് കിർലോസ്കർ ഓയിൽ എഞ്ചിൻസ് ആണ്. നെറ്റ് പ്രോഫിറ്റിൽ 21% ഇടിവ് ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തി 71.3 കോടി രൂപയിലാണ് ഇപ്പോൾ പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂ ഫ്രം ഓപ്പറേഷൻസിൽ 4.5% വർധനവും രേഖപ്പെടുത്തി. അടുത്തത് ആസ്ട്രാസിനിക്ക ഫാർമ എന്ന കമ്പനി. നെറ്റ് പ്രോഫിറ്റിൽ 95% വർധനവ് ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തിയപ്പോൾ ക്വാർട്ടർ ടു ക്വാർട്ടർ ബേസിസിൽ 20% ഇടിവാണ് നെറ്റ് പ്രോഫിറ്റിൽ രേഖപ്പെടുത്തിയത്. റവന്യൂ ഫ്രം ഓപ്പറേഷൻസിൽ 44% വർധനവും രേഖപ്പെടുത്തി ക്വാർട്ടർ ടു ക്വാർട്ടർ ബേസിസിൽ 8% വർധനവുമാണ് രേഖപ്പെടുത്തിയത്. എബിറ്റയിൽ 412% വർധനവാണ് ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തിയത്. അടുത്തതായി BEML ആണ്. സ്പെയർ പാർട്സുകൾക്കൊപ്പം യുദ്ധ ടാങ്കറുകളും മറൈൻ എഞ്ചിനുകളും വികസിപ്പിക്കുന്നതിനും നിർമ്മിക്കുന്നതിനും വിപണനം ചെയ്യുന്നതിനും BEML ദക്ഷിണ കൊറിയയുടെ XTX എഞ്ചിനുമായി ഒരു ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. അടുത്തത് ഹാപ്പി ഫോർജിങ്സ് എന്ന കമ്പനി. ആഗോള വ്യാവസായിക ഉപകരണങ്ങളും നിർമ്മാണ യന്ത്രങ്ങളും വികസിപ്പിക്കുന്നതിനായി കമ്പനി ഒരു ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. 20 കോടി രൂപയുടേതാണ് കരാർ. അടുത്തത് BHEL എന്ന കമ്പനിയാണ്. കമ്പനിക്ക് 6200 കോടി രൂപയുടെ പുതിയൊരു ഓർഡർ ലഭിച്ചിരിക്കുന്നു. വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വാർത്തയാണ്. ഇനി ഇന്ന് പുറത്തു വരാനിരിക്കുന്ന പ്രധാനപ്പെട്ട കമ്പനികളുടെ റിസൾട്ടുകളിലേക്കാണ്. ഇതിലെ പ്രധാനപ്പെട്ട കമ്പനികളുടെ പേര് മാത്രം പറഞ്ഞു പോകാം. ബാക്കിയുള്ള കമ്പനികളുടെ പേരെല്ലാം നമ്മൾ നമ്മുടെ വാട്സപ്പ് ടെലഗ്രാം ഗ്രൂപ്പുകളിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ആർക്കെങ്കിലും നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ നമ്മൾ ആ ഗ്രൂപ്പ് ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. റിസൾട്ട് വരുന്ന കമ്പനികൾ സൈമൺസ്, ഹൊനാസ കൺസ്യൂമർ, അശോക് ലൈലാൻഡ്, ഭാരത് ഫോർജ്, പവർ ഫിനാൻസ് കോർപ്പറേഷൻ, ഗോദ്രേജ് ഇൻഡസ്ട്രീസ്, ജൂബിലന്റ് ഫുഡ് വർക്ക്സ്, ഏജിസ് ലോജിസ്റ്റിക്സ്, ബജാജ് കൺസ്യൂമർ കെയർ, ബജാജ് ഹിന്ദുസ്ഥാൻ ഷുഗർ, ബാലാജി അമിനീസ്, ക്രോംപ്ടൺ ഗ്രീവ്സ്, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ്, മുത്തൂറ്റ് ഫിനാൻസ്, PN ഗാഡ്ഗിൽ ജ്വല്ലേഴ്സ്, രാഷ്ട്രീയ കെമിക്കൽസ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ്, റെയിൽ വികാസ് നിഗം ലിമിറ്റഡ് തുടങ്ങിയ കമ്പനികളുടേതാണ്. ഇന്ന് FNO സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്ക് മണപ്പുറം ഫിനാൻസ് മാത്രമാണ്. ഇനി ഓപ്ഷന്റെ ബേസിക് കോഴ്സിനെ കുറിച്ചുള്ള കാര്യത്തിലേക്ക് വരാം. നമ്മളിൽ ഒരുപാട് പേരുടെ പ്രശ്നം എന്നത് ഓപ്ഷൻസിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാത്തതാണ്. അപ്പോൾ ഓപ്ഷൻസിന്റെ ബേസിക്സ് മുതൽ പഠിച്ചു പോകുന്ന, അതും വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് പഠിക്കാൻ കഴിയുന്ന ഒരു കോഴ്സ് നമ്മളിവിടെ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ആ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ നമ്മളിവിടെ ഒരു വാട്സാപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്. ആ നമ്പറിൽ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അടുത്തതായി FIDA ആക്ടിവിറ്റിയിലേക്കാണ്. 4486 കോടി രൂപയ്ക്കാണ് FIS സെല്ല് ചെയ്തത്. DIS ആവട്ടെ 4001 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. വീണ്ടും FISന്റെ സെല്ലിംഗ് വലിയ അളവിലേക്ക് പോകുന്നു എന്നത് ആശങ്കപ്പെടുത്തുന്ന കാര്യം തന്നെയാണ്. ഏഷ്യൻ മാർക്കറ്റുകളിലേക്ക്. ഇന്ന് ഏഷ്യൻ മാർക്കറ്റുകൾ ഓപ്പൺ ചെയ്തിരിക്കുന്നത് പോസിറ്റിവിറ്റിയിൽ തന്നെയാണ്. ഏഷ്യൻ മാർക്കറ്റിൽ ഇന്ന് പ്രധാനപ്പെട്ട ഒരു ഡാറ്റ വരുന്നത് ഇന്ത്യയിൽ നിന്ന് തന്നെയാണ്. CPI ഇൻഫ്ലേഷൻ ഡാറ്റ ഇന്ന് വൈകുന്നേരം 5:30 പുറത്തു വരുന്നത്. ഇന്നിപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ജപ്പാൻ മാർക്കറ്റ് 0.25% നേട്ടത്തിൽ, സിംഗപ്പൂർ മാർക്കറ്റ് 0.22% നേട്ടത്തിൽ, തായ്വാൻ മാർക്കറ്റ് 0.37% നേട്ടത്തിലും, കോസ്പി മാർക്കറ്റ് 0.22% നേട്ടത്തിലുമാണ് ട്രേഡ് ചെയ്യുന്നത്. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഉള്ളത് 23,182 എന്ന നിലയിലാണ്. അതായത് ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 10 മിനിറ്റ് ആണ്. ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് നിഫ്റ്റിയിൽ ഏകദേശം 25 മുതൽ 30 പോയിന്റ്സിന്റെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിനാണ് സാധ്യത കാണുന്നത്. ഓയിൽ പ്രൈസുകളിലേക്ക്. സപ്ലൈ കൺസേണുകൾ കാരണം ഇന്നലെ വീണ്ടും ഓയിൽ പ്രൈസുകൾ നേട്ടമുണ്ടാക്കി. 1.5% ബ്രന്റും WTIയും ഉയർന്നത്. ബ്രന്റ് ഫ്യൂച്ചേഴ്സ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് $76.72 പെർ ബാരൽ എന്ന നിലയിൽ 0.20% ഇടിവിലാണ്. WTI ഉള്ളത് $73.01 പെർ ബാരൽ എന്ന നിലയിൽ 0.41% ഇടിവിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്.
ഇന്ന് നമ്മൾ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്കാണ്. നിഫ്റ്റി 23,071 309 പോയിന്റ്സ് ഇടിഞ്ഞാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. ഒരു വലിയ ബീറിഷ് കാൻഡിലാണ് ഡെയിലി ചാർട്ടിൽ ഫോം ആയിരിക്കുന്നത്. അപ്സൈഡിലെ റെസിസ്റ്റന്റ് ട്രെൻഡ് ലൈൻ ടച്ച് ചെയ്തതിന് ശേഷം തുടർച്ചയായ 5ാമത്തെ ദിവസവും നിഫ്റ്റിയുടെ ഡൗൺ സൈഡ് മൊമെന്റം തുടർന്നുകൊണ്ടിരിക്കുന്നു. 23,205 മുതൽ 23,360 വരെയുള്ള സോണിന് താഴെയായിട്ടാണ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്തത്. ഇനി നമ്മൾ ഡൗൺ സൈഡിൽ ശ്രദ്ധാപൂർവ്വം വാച്ച് ചെയ്യേണ്ട ഒരു ലെവൽ ജനുവരി 27-ാം തീയതിയിലെ ലോ ആയിട്ടുള്ള 22,786 ആണ്. അതായത് 22,780 മുതൽ 22,800 വരെയുള്ള സോൺ പ്രത്യേകം ശ്രദ്ധിക്കുക. താഴെയുള്ള ട്രെൻഡ് ലൈനും ഏകദേശം ഈ ഒരു ലെവലിൽ തന്നെയാണ് ഉള്ളത്. അപ്സൈഡിലേക്ക് വന്നാൽ 23,200 ശ്രദ്ധിക്കേണ്ട ഒരു ലെവൽ തന്നെയാണ്. ലോവർ ടോപ്സ് ആൻഡ് ലോവർ ബോട്ടം ഫോർമേഷൻ ആണ് നിഫ്റ്റിയിൽ ഇപ്പോൾ ഉള്ളത്. അത് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അടുത്തതായി മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്കാണ്. കോൾ സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 24,000 ആണ്. അതിനുശേഷം 23,800 സ്ട്രൈക്കിലും അതിനുശേഷം 23,500 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 22,500 ആണ്. അതിനുശേഷം 22,700 സ്ട്രൈക്കും അതിനുശേഷം 22,800 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 23,500ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 22,800ഉമാണ്. അടുത്തതായി ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങളാണ്. ആദ്യം ATM സ്ട്രൈക്കായ 23,050 സ്ട്രൈക്കിൽ 82% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ് ആണ് കാണുന്നത്. എന്നാൽ കോൾ സൈഡിൽ 5,189% വർധനവ് ഒരു വലിയ ഷോർട്ട് ബിൽഡപ്പ് കാണാം. 23,000 സ്ട്രൈക്കിൽ വെറും 1% വർധനവ് മാത്രം പുട്ട് സൈഡിൽ കാണാം. എന്നാൽ കോൾ സൈഡിൽ 510% വർധനവ് ഒരു വലിയ ഷോർട്ട് ബിൽഡപ്പ് തന്നെയാണത്. 23,100 സ്ട്രൈക്കിൽ 5% ഇടിവ് ഒരു ലോങ് അൺവൈൻഡിങ് ആണ് കാണുന്നത്. എന്നാൽ കോൾ സൈഡിൽ 2,518% ഒരു വർധനവ് കാണാം. ഷോർട്ട് ബിൽഡപ്പ് തന്നെയാണ്. ഈ 3 സ്ട്രൈക്കുകളും കമ്പയർ ചെയ്യുമ്പോൾ മാർക്കറ്റിനെ താഴേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള കോൾ സെല്ലേഴ്സ് തന്നെയാണ് നല്ല ശക്തിയോടെ നിൽക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് 49,403-ൽ 577 പോയിന്റ്സ് ഇടിഞ്ഞാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. ബാങ്ക് നിഫ്റ്റിയിൽ ഇന്നലെ ചെറിയ അപ്പർ ലോവർ വിക്കോട് കൂടിയ ഒരു ബിയറിഷ് കാൻഡിലാണ് ഫോം ആയിരിക്കുന്നത്. എന്നാൽ ആവറേജ് വോളിയത്തിന്റെ അത്രയുള്ള ഒരു ബിയറിഷ് വോളിയം ഇന്നലെ ഉണ്ടായിരുന്നില്ല. അത് മാത്രമാണ് കഴിഞ്ഞ 2 ദിവസമായിട്ട് പ്രതീക്ഷ നൽകുന്ന ഒരേ ഒരു ഘടകം. പക്ഷെ എന്നിരുന്നാലും വിപണി ഇടിവിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഡൗൺ സൈഡിൽ ഇനി പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 48,952 ആണ്. അപ്സൈഡിൽ 49,740 ഒരു റെസിസ്റ്റൻസ് ഏരിയ ആവാൻ സാധ്യതയുണ്ട്. അടുത്തതായി മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്കാണ്. കോൾ സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 52,000 ആണ്. അതിനുശേഷം 51,000 സ്ട്രൈക്കിലും അതിനുശേഷം 50,000 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 49,000, അതിനുശേഷം 48,000 ആണ്. അതിനുശേഷം 47,000 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 50,000ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 49,000ഉമാണ്. ഇന്ത്യ വിക്സിലേക്ക് 14.87-ൽ 3% അടുത്ത് ഉയർന്നാണ് ഇന്ത്യ വിക്സ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. തുടർച്ചയായ 2ാമത്തെ ദിവസമാണ് ഇന്ത്യ വിക്സ് പോസിറ്റീവിൽ ക്ലോസ് ചെയ്യുന്നത്. ഇന്ന് നമ്മളിവിടെ ഷെയർ ചെയ്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്. ഒരിക്കലും അത് റെക്കമെൻഡേഷൻ അല്ല. നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയാണ് അതിവിടെ ഷെയർ ചെയ്തിട്ടുള്ളതും. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.